കൊല്ലത്ത് നല്ല അടിപൊളി വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഹോട്ടൽ ഗുരുപ്രസാദ് എന്നാണ് കേട്ടോ. ഏകദേശം 100 വർഷത്തിലധികം പാരമ്പര്യമുള്ള ഈ ഹോട്ടലിൻ്റെ കാര്യം പറയേണ്ടില്ല. കാരണം ഇവിടെ വന്ന് കഴിക്കാത്തവരായ കൊല്ലംകാർ വളരെ കുറവാണ്. ഞങ്ങൾ ഓർഡർ ചെയ്ത അവരുടെ പൂരിയും സ്പെഷ്യൽ പൊടി ദോശയും അവരുടെ വട, എൻ്റെ മോനെ ആ വട എന്ത് ക്രഞ്ചിയാണെന്നറിയോ. പിന്നെ അവരുടെ പൊടി ദോശ ഒരു കഷ്ണം ഇങ്ങനെ പൊടിച്ചെടുത്ത് അത് മിക്സ് ചെയ്ത് കഴിക്കണം. ജെസിലിനാണെങ്കിലും ഫുഡ് ഇഷ്ടപ്പെട്ടു. അവരുടെ ഈ പൊടി ദോശയോടൊപ്പം ഇതുപോലെ നമ്മുടെ മസാല ഇങ്ങനെ ഫ്ലേവേർഡ് ആയിട്ടുള്ളതും അതുപോലെ ഈ പൊടി വെതറിയോ വേണ്ടോ അതിൽ നിന്നൊരു പീസ് എടുത്ത് അതിൽ ആ മസാലയുടെ കോമ്പിനേഷനും അതുപോലെ തന്നെ ആ ചട്നിയിലും മുക്കിയിട്ട് ഒരു കഴിക്കലങ്ങ് കഴിച്ചാൽ മോനെ നമ്മുടെ മുകേഷിൻ്റെ ലാംഗ്വേജിൽ പറഞ്ഞ സ്വർഗം മാമാ സ്വർഗം. പിന്നെ ഞാൻ ട്രൈ ചെയ്തത് അവരുടെ പഴം പാലായിരുന്നു കേട്ടോ. പഴത്തിലും പാലും അതുപോലെ തന്നെ ഏത്തപ്പഴവും ആപ്പിളൊക്കെ ഇട്ടൊരു കോമ്പിനേഷൻ അത് ഞാൻ കുടിച്ച് നോക്കി. കുടിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ കഴിക്കാനും ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളിതിന് ട്രൈ ചെയ്ത് നോക്കുക. കൊല്ലംകാരാണെങ്കിൽ ഇത് മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യണമെന്ന് ഞാൻ പറയുള്ളൂ. പിന്നെ ഞങ്ങൾ ട്രൈ ചെയ്ത് അവരുടെ കേസരി ആയിരുന്നു കേട്ടോ. കേസരി ആണെങ്കിലും ചെറിയൊരു ബൗളിൽ കൊണ്ട് അതിൻ്റെ നട്ട്സും അതുപോലെ തന്നെ കിസ്മിസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിക്കുമ്പോഴാണെങ്കിലും നല്ല സോഫ്റ്റ് ആണ്, നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഓരോ ഫുഡും എൻറ്റയർലി ഡിഫറെൻറ്റ്. ഒരു കൊങ്ങിണി ആയിട്ടുള്ള റെസ്റ്റോറൻ്റാണ് ഇത്. ഇവിടെ നിന്ന് നിങ്ങൾ കഴിച്ചു നോക്കുക. അതുപോലെ തന്നെ ഏകദേശം ഒരു 100 വർഷത്തിലധികം പഴക്കമുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് കൃത്യമായിട്ട് ഡീറ്റെയിൽസ് ഒന്നും ചോദിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഷോപ്പിൻ്റെ ലൊക്കേഷൻ കൊല്ലത്തുള്ള ചിന്നക്കടയിലെ SBIയുടെ ബ്രാഞ്ചിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ വയറ് നിറയെ കഴിക്കുക, മനസ്സ് നിറയെ ചിരിക്കുക. ബൈ ഫ്രം യാത്രക്കാരൻ വ്ളോഗ്സ്.